വിശദമായ വാർത്തയിലേക്ക്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം ലിസ് ട്രസ് രാജിവെച്ചു. പദവിയിൽ 2 മാസം പോലും പൂർത്തിയാക്കാനാകാതെയാണ് ലിസ് ട്രസ് പുറത്തേക്ക് പോകുന്നത്. ജനാഭിലാഷം പാലിക്കാനായില്ലെന്ന് രാജ്യപ്രഖ്യാപനം നടത്തി ലിസ് ട്രസ് പറഞ്ഞു. ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന ഖ്യാതിയുണ്ടായിരുന്ന ബ്രിട്ടൻ ഇപ്പോൾ പ്രധാനമന്ത്രിമാർ വാഴാത്ത നാടാണ്. 6 വർഷത്തിനിടെ രാജിവെക്കുന്ന 4ാമത്തെ പ്രധാനമന്ത്രി. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തനിക്കായില്ലെന്ന് രാജി പ്രഖ്യാപിച്ച് ലിസ് ട്രസ്. I cannot deliver the mandate on which I was elected by the Conservative Party. I have therefore spoken to His Majesty the King to notify him that I am resigning as leader of the Conservative Party. പാർട്ടി ഗേറ്റ് വിവാദത്തെ തുടർന്ന് ബോറിസ് ജോൺസൺ രാജിവെച്ചതിനെ തുടർന്നാണ് കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ പുതിയ നേതാവിനായുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ വംശജൻ ഋഷി സുനകിനെ പരാജയപ്പെടുത്തിയാണ് ലിസ് ട്രസ് നേതൃസ്ഥാനത്തെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുള്ള മിനി ബജറ്റാണ് ലിസ് ട്രസിനെതിരെ വിമർശനം ശക്തിപ്പെടുത്തിയത്. ബജറ്റിന് പിന്നാലെ ധനമന്ത്രി ക്വാസി ക്വാർട്ടങ് രാജിവെച്ചിട്ടും ടോറികൾക്കിടയിൽ പ്രതിഷേധമടങ്ങിയില്ല. ലിസ് ട്രസിനോടുള്ള പ്രതിഷേധമറിയിച്ച് ആഭ്യന്തരമന്ത്രി സുവല്ല ബ്രേവർമാൻ ഇന്നലെ രാത്രി രാജിവെച്ചിറങ്ങി. എന്നാൽ താൻ സ്ഥാനമൊഴിയില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുമെന്നുമായിരുന്നു ലിസ് ട്രസിന്റെ നിലപാട്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു രാജി പ്രഖ്യാപിക്കുമെന്ന നിലപാട്. പുതിയ നേതാവിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിശ്ചയിക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി വ്യക്തമാക്കി. ഋഷി സുനക്, പെനി മോർഡന്റ്, ബെൻ വാലസ് എന്നിവരുടെ പേരുകളാണ് നേതൃസ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് ലേബർ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗൂഗിളിന് കോടികളുടെ പിഴ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് 1337.76 കോടി പിഴ വിധിച്ചത്. ആൻഡ്രോയിഡ് ഫോണുകളെ വാണിജ്യ താൽപര്യത്തിന് ഉപയോഗിച്ചതിനാണ് നടപടി. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റം വരുത്താനും നിർദ്ദേശമുണ്ട്. കൊല്ലം കിളികൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. SHO വിനോദ്, SI അനീഷ്, ഗ്രേഡ് SI പ്രകാശ്, CPO മണികണ്ഠൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച സംഭവം വിവാദമായതോടെ കുറ്റക്കാരായ 4 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ഈ നടപടി പോരാ എന്ന വിമർശനം ഉയർന്നു. ഇതിനു പിന്നാലെയാണ് 4 പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിറക്കിയത്. ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം സിറ്റി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ലഹരിക്കടത്ത് കേസിലെ പ്രതികളെ കാണാനെത്തിയ ചവറ കോട്ടുകാട് സ്വദേശികളായ സൈനികൻ വിഷ്ണു, വിഘ്നേഷ് എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. MDMA കേസ് പ്രതിയെ ഇറക്കാനെത്തിയ സൈനികൻ പോലീസിനെ മർദ്ദിച്ചു എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. 14 ദിവസം റിമാൻഡിൽ പോയ സഹോദരന്മാർ പുറത്തിറങ്ങിയ ശേഷം മജിസ്ട്രേറ്റിന് മൊഴി നൽകി. SI അനീഷ്, CA വിനോദ്, മണികണ്ഠൻ എന്ന് പറയുന്ന ഈ 3 പോലീസുകാരും കൂടെ എന്നെ ചേട്ടനെ 1 മണിക്കൂറോളം ഭയങ്കര ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുട്ടിനടിയിൽ കയറ്റിയിട്ട് അനീഷ് എന്ന് പറയുന്ന ആൾ എന്നെ കൈമുട്ട് വെച്ച് ഒരുപാട് ഇടിക്കുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ വെള്ള ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. കരഞ്ഞ് അപേക്ഷിച്ചതുപോലെ എന്നെ വിട്ടില്ല. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം കുടിക്കാനാണ് ഈ SI അനീഷ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്. എൻ്റെ ചേട്ടനെ വിവസ്ത്രനായിട്ട് ഒരു മൂലക്കെട്ടിട്ടാണ് ഈ 3 പേര് ചവിട്ടുന്നത്. ലഗേഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ടായിരുന്നു. അയാൾ എൻ്റെ നട്ടലിന് തിരിച്ചിരുത്തിയിട്ട് ചവിട്ടി. അപ്പം ചേട്ടൻ ചത്ത് കിടന്ന് ഞാൻ ഒരു സല്യൂട്ട് എന്ന് ഞാൻ അങ്ങ് ഒതുക്കിക്കോളാടാ എന്നാണ് അവിടുത്തെ വിനോദം എന്ന് പറയുന്ന CI പറഞ്ഞത്. ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തിയതോടെ പോലീസിന്റെ തിരക്കഥ പൊളിഞ്ഞു. സ്റ്റേഷനിലെ CCTV പരിശോധിച്ചപ്പോൾ യുവാക്കളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും നല്ല ജീവിതമേ വെറുത്തു പോകുന്നു. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഇതുമൂലം മുടങ്ങി. എനിക്ക് കിട്ടാനിരുന്ന സർക്കാർ ജോലി ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടില്ല ഞാൻ ലിസ്റ്റ് വന്നത്. ചേട്ടൻ്റെ 6 വർഷത്തെ മോഹമായിരുന്നു. അതെല്ലാം നശിപ്പിച്ച് തന്നു. എല്ലാം നശിപ്പിക്കും തൊലച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ പറയുന്നത്. എൻ്റെ 2ൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു തരും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. 13 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊല്ലം. ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരൻ PV ഷിഹാബ് പ്രതിയായ മാമ്പഴം മോഷണ കേസ് ഒത്തുതീർപ്പായി. പരാതിയില്ല എന്ന കടയുടമയുടെ ഹർജി അംഗീകരിച്ച് കാഞ്ഞിരപ്പള്ളി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് അബ്ദുൾ റസാഖ് ഉത്തരവിറക്കി. IPC 379 പ്രകാരമുള്ള മോഷണ കേസാണ് കോടതി അവസാനിപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പോലീസിന് അന്വേഷിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. കേസ് പിൻവലിച്ചാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന പോലീസ് വാദം തള്ളിയാണ് കോടതി വിധി. മലപ്പുറം തവനൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിൽ തടവുകാരുടെ ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിൽ 2 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു. ഫോണുകളിൽ സിം കാർഡുകൾ മാറ്റിയ നിലയിലായിരുന്നു.
സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്ക് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. സംസ്ഥാനം വിട്ടുപോകരുതെന്നും ഫോണും പാസ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോയിരുന്നു. പീഡന പരാതിയിൽ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്ക് അഡീഷണൽ സെഷൻസ് കോടതി 11 ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിനായി 5 ലക്ഷം രൂപയോ 2 ആൾജാമ്യമോ നൽകണമെന്നും സംസ്ഥാനം വിട്ടുപോകരുതെന്നും ഫോണും പാസ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണമെന്നും ഉപാധിയുണ്ട്. സമൂഹമാധ്യമത്തിൽ പ്രകോപനമുണ്ടാക്കുന്ന പോസ്റ്റുകൾ ഇടരുത്. സമൂഹമാധ്യമത്തിലെ അക്കൌണ്ടുകളുടെ ലോഗിൻ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണം. 22-നും അടുത്ത മാസം 1-ാം തീയതിക്കുമിടയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ പ്രേരിപ്പിക്കാനോ പാടില്ല. പരാതിക്കാരിയുമായി ബന്ധം പാടില്ലെന്നും ഉപാധിയുണ്ട്. തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി കോവളത്ത് വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പേട്ട സ്വദേശിയായ യുവതിയുടെ പരാതി. എൽദോസിന് ജാമ്യം നൽകരുതെന്നും ജാമ്യം കൊടുത്താൽ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഓരോ ദിവസവും ഓരോ പരാതിയാണ് യുവതി ഉന്നയിക്കുന്നതെന്ന് പ്രതിഭാഗം വാദിച്ചു. ആദ്യം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ പരാതിക്കാരി പിന്നീട് പീഡിപ്പിച്ചെന്ന് ആരോപണമുന്നയിച്ചു. ഇതിനുശേഷമാണ് വധശ്രമം നടത്തിയെന്ന ആരോപണം. ഇതുപോലുള്ള വ്യക്തികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും വിധിയാണ്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയയുടെ ഗൂഢാലോചനയുടെ ഫലമായാണ് ഈ കേസ് എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. യുവതിക്കെതിരെ നടന്നത് ബലാത്സംഗമാണോ എന്ന് കണ്ടെത്തേണ്ടത് വിചാരണഘട്ടത്തിലാണെന്ന് കോടതി പറഞ്ഞു. പരാതിക്കാരി ആദ്യഘട്ടത്തിൽ പീഡനം നടന്നതായി മൊഴി നൽകിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരി ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിവുണ്ട്. പരാതിയിലെ വിശദാംശങ്ങൾ അനുസരിച്ച് യുവതിയും പ്രതിയും അഗാധമായ ബന്ധം പുലർത്തിയിരുന്നു. പരാതി ഉന്നയിക്കും വരെ യുവതി ആരുടെയും ബന്ധനത്തിലായിരുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. എൽദോസ് കുന്നപ്പള്ളിയിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകുമെന്ന് പരാതിക്കാരി. കോടതിയിലും പോലീസിലും പൂർണ്ണ വിശ്വാസമുണ്ട്. തനിക്ക് സ്വഭാവദൂഷ്യം ആരോപിക്കുന്ന എംഎൽഎയുടെ സ്വഭാവം എന്തെന്ന് തുറന്നു കാട്ടും. താൻ ക്രിമിനലാണെന്ന് പറയുന്ന എംഎൽഎ എന്തിന് തന്നോട് കൂട്ടുകൂടിയെന്നും യുവതി ചോദിച്ചു. എനിക്കിപ്പോഴും കോടതിയിൽ വിശ്വാസമാണ്, പോലീസിലും വിശ്വാസമാണ്. കാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും ഇവിടെ വന്നതിൻ്റെയും ഇപ്പം നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും കണ്ടതാണല്ലോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും കോടതിയിലും പോലീസിലും എനിക്ക് നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും തന്നെയുണ്ട്. ഞാൻ അപ്പീലിന് പോവുക തന്നെ ചെയ്യും. ആർക്കും ആരോപിക്കാം, ആരോപണമല്ലേ. ഞാനിപ്പോൾ പറയുന്നതെല്ലാം കറക്റ്റുമായിട്ട് തെളിവുകൾ സഹിതം വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുകയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അദ്ദേഹം എൻ്റെ സ്വഭാവത്തെയാണ് ചോദ്യം ചെയ്തത്. ഇനി അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നും കൂടി ഞാൻ ഇനി കാണിക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം കൂടി അറിയണമല്ലോ. അദ്ദേഹം എന്തിനാണ് ഈ MLA ആയിട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയായ ഒരാള് ഞാൻ ക്രിമിനലാന്ന് അയാള് FB-യിൽ പോസ്റ്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, FB-യിൽ പോസ്റ്റ് ഇട്ടു ക്രിമിനലാന്നും പറഞ്ഞിട്ട്. ആ ആൾ എന്തിനാണ് എൻ്റെ കൂടെ കൂട്ടുകൂടിയത്? എൽദോസ് കുന്നപ്പള്ളിയിലെതിരായ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച സാഹചര്യം എന്താണെന്ന് കോടതി ഉത്തരവ് കിട്ടിയ ശേഷമേ വ്യക്തമാകൂവെന്ന് പ്രതിപക്ഷ നേതാവ്. KPCCക്ക് നൽകിയ വിശദീകരണം ഇതുവരെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും PD സതീശൻ. മുൻകൂർ ജാമ്യം കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷെ മുൻകൂർ ജാമ്യം കൊടുക്കാൻ ഏത് കാരണങ്ങളുടെ പുറത്താണ് മുൻകൂർ ജാമ്യം കൊടുത്തതെന്നുള്ള ജഡ്ജ്മെന്റ് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥയെ കോടതി സംശയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോലീസ് പ്രോസിക്യൂഷൻ കേസിൽ ആധികാരികത ഇല്ലാഞ്ഞിട്ടാണോ, എന്ത് കാരണത്തിൻ്റെ പുറത്താണ് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചതെന്ന് ജഡ്ജ്മെന്റ് വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. എന്നാൽ മാത്രമാണ് അതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റൂ. ഞങ്ങളുടെ മുമ്പിൽ ഗൗരവതരമായിട്ടുള്ള ഒരു പരാതിയായിട്ടാണ് അത് നിൽക്കുന്നത്. അത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വിശദീകരണം കിട്ടിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ഡൽഹിയിലാണ്. ഞങ്ങൾ കൂടിയാലോചന നടത്തി. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീരുമാനം അക്കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. KPCCക്ക് വിശദീകരണ കത്ത് നൽകിയ എൽദോസ് കുന്നപ്പള്ളിയിൽ നിരപരാധിയെന്ന് വിശദീകരണത്തിൽ എൽദോസ് കുന്നപ്പള്ളിയിൽ പറയുന്നു. PR ഏജൻസി വഴിയാണ് പരാതിക്കാരിയായ യുവതിയുമായി പരിചയം. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പരാതിക്കാരിക്കെതിരെ മറ്റ് കേസുകളുണ്ട്. ഒളിവിൽ പോയതല്ലെന്നും എൽദോസ് കുന്നപ്പള്ളിയിൽ വ്യക്തമാക്കി. കത്ത് കിട്ടിയ എന്ന് KPCC അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് പ്രസിഡന്റ് K സുധാകരൻ മടങ്ങിയെത്തിയ ശേഷം മാത്രമായിരിക്കും കത്ത് തുറക്കുക.
എൽദോസ് കുന്നപ്പള്ളിയിൽ MLA-ക്കെതിരെ കടുത്ത വിമർശനവുമായി കെ മുരളീധരൻ. എൽദോസിന് ഞരമ്പ് രോഗമാണെന്ന് മുരളീധരൻ വിമർശിച്ചു. അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തണം. MLA-യെ പിടിക്കേണ്ടത് പോലീസാണ്. നിരപരാധിയാണെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മടി കാട്ടുമായിരുന്നില്ലെന്നും മുരളീധരൻ. അത് കണ്ടുപിടിക്കേണ്ട പോലീസാണ്. ആ വിഷയത്തിൽ ഒരു കാരണവശാലും പാർട്ടി MLA സംരക്ഷിക്കുന്ന പ്രശ്നവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്ക് ആളെ കാണാനില്ല. അപ്പോ ഞങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, പോലീസ് കണ്ടുപിടിച്ചു കൊണ്ടുവരും. അല്ല, അത് വലിയ പ്രശ്നമാണത്. ഒന്നാമത് അവനവൻ നിരപരാധിയാണെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കുന്ന ഒരാളൊന്നുമല്ല. പാർട്ടിയുടെ അത് തന്നെ എൽദോസിന് എന്തൊക്കെ ചാൻസ് കിട്ടിയില്ല. ഒരു ടേം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, 2 ടൈം MLA ആയി. ഈ കാണിക്കുന്നതിനോടൊന്നും ഒരിക്കലും ആർക്കും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ സമൂഹത്തിന് പറ്റിയ ഏർപ്പാടുമല്ല. ഞാൻ അതിനൊന്നും അനുകൂലിക്കൂല. ഇതുപോലത്തെ ഞരമ്പ് രോഗം എല്ലാവർക്കും പലർക്കും ഉണ്ട്. ഇപ്പോൾ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ കാണുന്നുണ്ട്. ശരിയല്ല അത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായെങ്കിലും ശശി തരൂരിനോട് കേരള നേതാക്കൾ കടുത്ത നിലപാട് തുടരുകയാണ്. തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ തരൂർ ഉൾപ്പെടുന്നത് തടയുക ലക്ഷ്യമിട്ടാണ് നേതാക്കളുടെ നീക്കമെന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വം തരൂർ വിരുദ്ധ നിലപാട് തുടരുന്നത് ശശി തരൂരിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിക്കും വെല്ലുവിളിയാണ്. അതിനിടെ സോണിയാഗാന്ധി തരൂരുമായി ചർച്ച നടത്തി. പുറമേക്ക് തരൂരിന്റെ നീക്കം സ്വാഗതം ചെയ്തെങ്കിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഉണ്ടാക്കിയത് അനാവശ്യ പ്രവണതയാണെന്നാണ് കേരളത്തിലെ പ്രധാന നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണ നിലയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ശശി തരൂരിനെ പഴയതുപോലെ ഉൾക്കൊള്ളാൻ കേരള നേതാക്കൾക്ക് കഴിയുന്നില്ല. തോൽവിയിലും തരൂർ തലയുയർത്തി നിന്നതോടെ സംസ്ഥാന നേതാക്കൾ കടുത്ത നിലപാടിലാണ്. ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ചില സൈബർ ആക്രമണങ്ങൾ നടന്നു. മല്ലികാർജുന ഖാർഗേനെ മാത്രമല്ല, അദ്ദേഹത്തിന് അനുകൂലിച്ചവരെയും വളരെ മോശമായിട്ട് സമൂഹ മധ്യത്തിലൊക്കെ ചിലർ അവതരിപ്പിച്ചു. ഖാർഗേനെ സംബന്ധിച്ച് ഇനി പറയാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. 19-ാം തീയതി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്നും പാർട്ടി BJP-ക്കെതിരായും കേരളത്തിൽ CPM-നെതിരായും ഒരു മുന്നേറ്റം നടത്തേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിരുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തോടെ ദേശീയമുഖമായ ശശി തരൂരിന് പാർട്ടിയിൽ പ്രധാന സ്ഥാനം കിട്ടുമെന്ന അഭ്യൂഹം ശക്തമാണ്. പുതിയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നല്ല ബന്ധം തുടരുന്ന തരൂർ വർക്കിംഗ് കമ്മിറ്റിയിലടക്കം പരിഗണന പ്രതീക്ഷിക്കുന്നു. ഇതാവട്ടെ വർക്കിംഗ് കമ്മിറ്റിയിലെത്താൻ കാത്തിരിക്കുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് തിരിച്ചടിയുമാണ്. തരൂരിന്റെ നീക്കത്തെ തുടക്കത്തിലെ തടയുകയാണ് കേരള നേതാക്കളുടെ തന്ത്രം. ഇനി എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റി വരുമ്പോൾ മത്സരിക്കാം. അല്ലാതെ ഈ മത്സരിക്കുന്നവർക്ക് റിസർവേഷൻ ഒന്നും പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഉമ്മൻചാണ്ടിക്ക് പകരം മറ്റൊരാൾ കേരളത്തിൽ നിന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയേക്കും. KC വേണുഗോപാലിനെ മറികടന്ന് ദേശീയ നേതൃത്വത്തിലെത്താൻ രമേശ് ചെന്നിത്തല സജീവ നീക്കം നടത്തുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ തരൂർ വിരുദ്ധ നിലപാട് തുടരുന്നത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയെയും വെല്ലുവിളിയിലാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി. തരൂരിന് ഇരട്ട മുഖമെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരി മധുസൂദൻ മിസ്ത്രി. ശശി തരൂരിന്റെ പരാതി തള്ളിക്കളഞ്ഞതിലുള്ള മറുപടിയിലാണ് വിമർശനം. സമിതിക്ക് മുന്നിൽ സംതൃപ്തി അറിയിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശനം ഉന്നയിക്കുകയുമാണ് തരൂർ ചെയ്തതെന്നും മിസ്ത്രി വിമർശിച്ചു. പോരിനൊടുവിൽ ഗവർണർക്ക് വഴങ്ങി കേരള സർവകലാശാല. ഗവർണർ പിൻവലിച്ച 15 അംഗങ്ങളെയും പുറത്താക്കിക്കൊണ്ട് സർവകലാശാല നോട്ടീസ് അയച്ചു. ഗവർണറുടെ അസാധാരണ ഉത്തരവിനെ നിയമപരമായി നേരിടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സർവകലാശാലയുടെ നീക്കം. 15 സെനറ്റ് അംഗങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ഗവർണർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു പിന്നാലെയാണ് സർവകലാശാലയുടെ ഇടപെടൽ. 15 പേരെയും സെനറ്റിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച് നോട്ടീസ് നൽകി. സർവകലാശാല രജിസ്ട്രാറാണ് അംഗങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. അടുത്ത മാസം 4-നും 19-നും വിളിച്ച യോഗങ്ങളിൽ പങ്കെടുക്കാൻ VC നൽകിയ ക്ഷണവും ഇതോടെ റദ്ദാക്കപ്പെടും. എന്നാൽ ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനാണ് സർവകലാശാലയുടെ നോട്ടീസ് എന്നാണ് വിലയിരുത്തൽ. ചട്ടവിരുദ്ധമായി അംഗങ്ങളെ പുറത്താക്കിയത് സാമാന്യ നീതിയുടെ നിഷേധമാണെന്നാരോപിച്ചാകും അംഗങ്ങൾ കോടതിയെ സമീപിക്കുക. സർവകലാശാല നിയമപ്രകാരം VCയെ മറികടന്ന് ഉത്തരവിറക്കാൻ ചാൻസലർക്ക് അധികാരമില്ലെന്ന വാദവും അംഗങ്ങൾ ഉന്നയിക്കും. VCയുടെ അധികാരങ്ങൾ കവർന്ന ഗവർണർക്കെതിരെ നിയമ നടപടി വേണമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. പുറത്താക്കപ്പെട്ട പ്രതിനിധികൾ അടുത്തയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഗവർണർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഗവർണർ ഏകാധിപതിയെപ്പോലെയെന്നും വിദ്യാഭ്യാസ രംഗം മാതൃകാപരമായി മുന്നേറുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വൈസ് ചാൻസലർമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഗവർണർ MLA-മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും മന്ത്രി ഇടുക്കി പീരുമേട്ടിൽ പ്രതികരിച്ചു. വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് മാതൃകാപരമായ സഹായം പിന്നിൽ നൽകേണ്ട കേരളത്തിലെ ഗവർണർ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അത് ഇടപെടുകയാണ്. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. കേരളത്തിലെ 15ഓളം വരുന്ന സ്റ്റേറ്റ് മെമ്പർമാരെ പിൻവലിക്കുന്നതിന് വേണ്ടി ഇന്ന് തയ്യാറായിരിക്കുന്നു. അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകാധിപതി പോലെ ഗവർണർ പെരുമാറുകയാണ്. MLA-മാരെ ഭീഷണിപ്പെടുത്തുകയാണ്, ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തുകയാണ്, വികസന പ്രവർത്തനത്തിൽ തടസ്സപ്പെടുത്തുകയാണ്. ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മയ്ക്കെതിരെ ഉടുമ്പൻചോല MLA MM മണി നടത്തിയ പരാമർശത്തിനെതിരെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇടുക്കിയിലെ ഭൂവിഷയത്തിൽ CPM സമരത്തിലെ പ്രസംഗത്തിനിടെയായിരുന്നു പരാമർശം. വിമർശിക്കുമ്പോൾ ഭാഷയിലും പെരുമാറ്റത്തിലും പാലിക്കേണ്ട മര്യാദകളുണ്ടെന്നും MLA പരാമർശം പിൻവലിക്കാനും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും മുഖ്യമന്ത്രി ഇടപെടണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സ്പീക്കർ AN ഷംസീറിന് ദേഹാസ്വാസ്ഥ്യം. സ്പീക്കറെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. സ്വർണം കടത്താൻ പുതിയ രീതികളുമായി കടത്തുകാർ. ദ്രാവക രൂപത്തിലുള്ള സ്വർണത്തിൽ മുക്കിയ ബാറ്റവൽ കടത്താൻ ശ്രമിച്ച തൃശൂർ സ്വദേശി ഫഹദ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി. ഇയാളുടെ ബാഗിലെ ടവലുകൾക്ക് നനവുള്ളതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ടവൽ ഉണക്കാൻ സമയം ലഭിച്ചില്ലെന്നായിരുന്നു ഫഹദ് വിശദീകരിച്ചത്. വിശദ പരിശോധനയിൽ 5 ബാത്ത് ടവലുകളിൽ സ്വർണം കണ്ടെത്തി. അതിസങ്കീർണമായ മാർഗത്തിലൂടെയാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അട്ടപ്പാടി മധു വധക്കേസിൽ വഴിത്തിരിവ്. കൂറുമാറിയ സാക്ഷികളെ വീണ്ടും വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അനുകൂല മൊഴി നൽകിയതാണ് നിർണായകമായത്. ആദ്യം മൊഴി മാറ്റിയത് പ്രതികളെ പേടിച്ചിട്ടാണെന്ന് സാക്ഷി കോടതിയെ അറിയിച്ചു. അതേസമയം സാക്ഷികളെ സ്വാധീനിച്ചതിന്റെ പേരിൽ റിമാൻഡിലായ 11 പ്രതികൾക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കേസ്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലാണ് നടപടി. വീണ ജോർജ് അടക്കം 8 പേരാണ് പ്രതികൾ. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. തനിക്കെതിരെ കള്ളപ്പരാതി നൽകാൻ വീണ ജോർജ് ഗൂഢാലോചന നടത്തിയെന്നാണ് നന്ദകുമാറിന്റെ പരാതി. കണ്ണൂർ SN കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംഘർഷം. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് SFI സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് KSU എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് SFI പ്രവർത്തകർ നാമനിർദ്ദേശ പത്രികകൾ മുഴുവൻ കീറിക്കളഞ്ഞതായി KSU ആരോപിച്ചു. റിട്ടേണിംഗ് ഓഫീസറെ തടഞ്ഞുവച്ചതായും പരാതിയുണ്ട്. ഈ മാസം 27-നാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പ്. 100ന്റെ നിറവിലേക്ക് VS. തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനം ആഘോഷിച്ച് VS അച്യുതാനന്ദൻ. ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ലളിതമായായിരുന്നു ആഘോഷം. മകൻ VA അരുണ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന VS അച്യുതാനന്ദന് ആദരമർപ്പിച്ച് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി. ക്യാൻവാസിൽ 100 എന്ന അക്കം VSന്റെ കാരിക്കേച്ചറാക്കിയാണ് ജിതേഷ് ജി VSനെ ആദരിച്ചത്. 100-ൽ നിന്ന് തുടങ്ങി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഗംഭീര കാരിക്കേച്ചറാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. സഖാവ് VSന് പിറന്നാൾ സമ്മാനമായി ഇത് സമർപ്പിക്കുകയാണ്. റിട്ട് പെറ്റീഷനിൽ നഗരസഭ നൽകിയിട്ടുള്ള നോട്ടീസും മറ്റ് നടപടികളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ നടപടി ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കി. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ.